സിനിമയൊക്കെ ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അല്ലേ? ആദ്യമായിട്ട് നെല്ലിമറ്റത്ത് സിനിമ ഷൂട്ടിംഗ് വരാൻ പോണെന്ന്. മനോഹരേട്ടാ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്കിപ്പോൾ 54,000 രൂപ കിട്ടാനുണ്ട്. ഇനി പല പ്രാവശ്യമായിട്ട് ആദ്യമൊക്കെ കൃത്യമായിട്ട് പൈസ തരുമായിരുന്നു. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. അവസാനം ആയിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇത് പോകുന്നതിൻ്റെ ഒരാഴ്ച ആയിട്ട് മേടിച്ച പൈസയാണ് ഈ 54,000 രൂപ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഈ 54,000 രൂപ ആ പൈസ മുഴുവൻ പെൻഡിങ് ആക്കിയിട്ടാണ് അവർ പോയത്. ഇതൊക്കെ സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറി, അരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചി ഒഴിവാക്കി ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ക്വാളിറ്റി സ്റ്റഫ് ആയിരിക്കണം. ബിരിയാണി റൈസ് വേണ്ടി വരും. ബെന്നിച്ചേട്ടൻ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്ക് 1,00,000 ചില്ലാൻ രൂപ കിട്ടുന്നുണ്ട്. ഈ ഇറച്ചി വാങ്ങിയൊക്കെ? ഇറച്ചി കോഴി മേടിക്കലുണ്ട്, ബീഫ് മേടിക്കലുണ്ട്, നാടൻ കോഴി, താറാവ് മുട്ട, പിന്നെ പരൽ. അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കറക്റ്റ് കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്തതാണ്. ഗോപി പറയണത് എവിടെന്നെങ്കിലും എടുത്ത് മറിക്കാനാ. ഗോപി പറഞ്ഞു നോക്കണ്ട, മറിച്ചു മറിക്കുന്നു പറയുമ്പോ മറിക്കാനായിട്ട് ഇത് ദോശല്ല, കാശാണ്. അതാണ് കാശാൻ. പക്ഷെ നമ്മൾക്ക് ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഒരു സിനിമ ചെയ്തിട്ട് നമ്മളെ പോലുള്ള പാവങ്ങളെ ഇവർ വഞ്ചിച്ചിട്ട് പോകുന്നത് നമുക്കറിയില്ലായിരുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അപ്പൊ ഈ ജോജു ജോർജ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ജോജു ജോർജിൻ്റെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ജോജു എൻ്റെ കടയിൽ കയറിയിരുന്ന് പറഞ്ഞാണ് എത്ര പൈസ കിട്ടാണ്. അപ്പോൾ 1,02,000 ചില്ലറ രൂപയുണ്ട്. അപ്പോൾ അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. അപ്പോൾ ജോജു പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അതേ നിങ്ങളുടെ പൈസയൊന്നും പോവുകയില്ല, പൈസ തരുമെന്ന് കടയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഈ പിന്നെ ജോജു അടക്കം ഞങ്ങളോട് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വിശ്വാസം. അതാണല്ലോ ഒരു പ്രതീക്ഷ. മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഒന്ന് സംസാരിച്ചു. നമസ്കാരം ചേട്ടാ, പേരെന്താണ്? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഓക്കെ. അപ്പൊ ചേട്ടാ നമ്മളെ സാറേ, ഞങ്ങള് സാറിനെ കുറിച്ച് നേരത്തെ നല്ലൊരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നേ. ഇത് നമ്മളറിയാതെ സംഭവിച്ചൊരു കാര്യമാണ് ചേട്ടാ. കേട്ടപ്പോ ഞാൻ ആദ്യം അങ്കോഷായി പോയിട്ടെ. അൺകോൺഷ്യസ്. നേരത്തെ നല്ല അഭിപ്രായമായിരുന്നു സാറിനെ കുറിച്ച്. ഞങ്ങൾക്ക് ഇടയ്ക്കൊണ്ട് അത് പോയായിരുന്നു. അതിപ്പോ വീണ്ടും എടുത്തു. സാറ് ഇന്നലെ തന്നെ പരിഹരിച്ചുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഉറപ്പായിട്ട് ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇതിന്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, അറിയാലോ, സാജിർ. ഒന്നിങ്ങ വന്നേ. നായിന്റെ മോന്റെ മോനെ. എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മളോടൊക്കെ സഹകരിച്ചു. ആ പടം അങ്ങനെ നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. വലിയ നന്ദി. താങ്ക് യു. ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണം. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഹിന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്.